പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഹോജയെ ഓർമ്മയില്ലേ? എപ്പോഴും തമാശകളും ജീവിത പാഠങ്ങളുമായി നമ്മുടെ കൂടെയുണ്ടായിരുന്നയാൾ. ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്തയെത്തി. ഹോജയ്ക്ക് അമിത രക്തസമ്മർദ്ദം, ഹൈ ബ്ലഡ് പ്രഷർ പിടിപെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഹോജയ്ക്ക് ഈ രോഗം വന്നത്? ഈ കഥയിൽ നമുക്കൊരു വലിയ പാഠമുണ്ട്. വർഷങ്ങളോളം ഹോജ വളരെ ഊർജ്ജസ്വലനായിരുന്നു. എവിടെയും നടന്നു പോകും, എല്ലാവരെയും സഹായിക്കും, എപ്പോഴും ചിരിച്ചും ചിന്തിപ്പിച്ചും നടക്കും. പക്ഷേ പതിയെ പതിയെ ഹോജയുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി. നടക്കാൻ മടി, ചെറിയ ജോലികൾ ചെയ്താൽ പോലും ക്ഷീണം, രാത്രി നല്ല ഉറക്കമില്ല. അതൊക്കെ ഈ പ്രായത്തിന്റെ അമോനെ എന്ന് പറഞ്ഞ് ഹോജ ചിരിച്ചു. ഹോജയ്ക്ക് ഭക്ഷണകാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും അമിതമായി ഉപ്പുള്ള കറികളും മധുരമുള്ള വിഭവങ്ങളും ഇഷ്ടം പോലെ കഴിച്ചു. വയറു നിറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. കൂട്ടത്തിൽ വ്യായാമവും കുറഞ്ഞു. പണ്ട് പള്ളിയിലേക്കും അങ്ങാടിയിലേക്കും നടന്ന ഹോജ പതിയെ പതിയെ വണ്ടിയിലും കഴുതപ്പുറത്തുമായി യാത്ര തുടങ്ങി. ശരീരം അനങ്ങാതെ ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ ഹോജ എന്ന് ചോദിക്കുമ്പോൾ, ആലോചിക്കുമ്പോഴല്ലേ മോനെ ശരീരം അനങ്ങുന്നത് എന്ന് പറഞ്ഞ് ഹോജ ചിരിക്കും. ഒരു ദിവസം ഹോജയ്ക്ക് പെട്ടെന്ന് തലകറങ്ങി താഴെ വീണു. കണ്ണുകൾ മഞ്ഞളിച്ചു, ശരീരം വിയർത്തു. ആളുകൾ ഓടിക്കൂടി ഹോജയെ വൈദ്യരുടെ അടുത്തേക്കെത്തിച്ചു. വൈദ്യർ ഹോജയുടെ കൈയിലെ ഞരമ്പ് പിടിച്ച് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഹോജ, നിങ്ങൾക്ക് അമിത രക്തസമ്മർദ്ദമാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. ഹോജ ഞെട്ടിപ്പോയി. എനിക്കോ രക്തസമ്മർദ്ദമോ? ഇതെന്നെ ബാധിക്കില്ലല്ലോ. വൈദ്യർ ഹോജയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഹോജ, ഇത് നിസ്സാരമല്ല. നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണിത്. നിങ്ങൾ അമിതമായി ഉപ്പും എണ്ണയും മധുരവും കഴിച്ചു, വ്യായാമം കുറച്ചു. ഇതൊക്കെയാണ് രക്തസമ്മർദ്ദം കൂടാൻ കാരണം. ഇത് ഹൃദയത്തിനും വൃക്കകൾക്കും തലച്ചോറിനും അപകടമുണ്ടാക്കും. പക്ഷാഘാതവും ഹൃദയാഘാതവുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഹോജയ്ക്ക് സങ്കടമായെങ്കിലും വൈദ്യർ നൽകിയ നിർദ്ദേശങ്ങൾ അദ്ദേഹം ഗൗരവമായി എടുത്തു. വൈദ്യർ ഹോജയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഉപ്പ്, എണ്ണ, മധുരം എന്നിവ പരമാവധി കുറയ്ക്കുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റു വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്യുക. ആവശ്യമില്ലാത്ത ചിന്തകളും ആശങ്കകളും ഒഴിവാക്കുക. യോഗയും ധ്യാനവുമൊക്കെ നല്ലതാണ്. രക്തസമ്മർദ്ദം ഇടയ്ക്കിടെ പരിശോധിക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുക. ഹോജ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു. പതിയെ പതിയെ ഹോജയുടെ ജീവിതശൈലി മാറി. ഉപ്പും എണ്ണയുമെല്ലാം കുറച്ചു. എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോയി. ചിന്തകൾക്ക് വ്യക്തത വന്നു. ക്രമേണ ഹോജയുടെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലായി. ഹോജ വീണ്ടും പഴയതുപോലെ ഉന്മേഷവാനായി തമാശകൾ പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഹോജയുടെ ഈ കഥ നമുക്കൊരു വലിയ പാഠമാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം, അമിതവണ്ണം, കൊളസ്ട്രോൾ എന്നിവയെല്ലാം ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളികളാണ്. ഇവയെല്ലാം ജീവിതശൈലീ രോഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ തെറ്റായ ഭക്ഷണരീതികളും വ്യായാമമില്ലായ്മയും മാനസിക സമ്മർദ്ദങ്ങളുമാണ് ഈ രോഗങ്ങൾക്ക് പ്രധാന കാരണം. ഹോജ ചെയ്ത തെറ്റുകൾ നമ്മൾ ആവർത്തിക്കരുത്. ആരോഗ്യമുള്ളൊരു ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിതാ. പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉപ്പ്, എണ്ണ, മധുരം എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നടക്കുകയോ ഓടുകയോ മറ്റ് വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്യുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ധ്യാനം, ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവ ശീലമാക്കുക. പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക. ഇത് രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും കാരണമാകും. കൃത്യമായ പരിശോധന. പ്രായമായവരും രോഗസാധ്യതയുള്ളവരും കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം, ഷുഗർ തുടങ്ങിയവ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഹോജയ്ക്ക് രക്തസമ്മർദ്ദം വന്നത് ഒരു ദുരന്തമായിരുന്നില്ല, മറിച്ച് ഒരു തിരിച്ചറിവായിരുന്നു. അതുപോലെ നമുക്കും ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. നമുക്കെല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പിന്തുടരാം. ഈ രോഗങ്ങളെ ചെറുക്കാം.